ഇതാണ് കേട്ടോ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജെല്ലി മിഠായി. ഇങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഹായ്, വെൽക്കം ടു മൈ ചാനൽ വീക്കി വ്ളോഗ്. നമുക്കൊന്നൊരു ജെല്ലി ഉണ്ടാക്കി നോക്കിയാലോ. ജെല്ലി മിഠായി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ജെല്ലി മിഠായി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ക്ലാസ്സിലുണ്ടാക്കിയതാണേ. നമുക്ക് വീഡിയോയിൽ കൂടെ പോവാം. നമുക്ക് ജെല്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജലാറ്റിനാണ് തോർത്തിരിക്കുന്നത്. ജലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മേടിച്ചേക്കണേ. ഞാൻ മേടിച്ചത് ഫുഡ് ഗ്രൈഡറാണ്. അനിമൽ ഒറിജിൻ എന്ന് പറഞ്ഞ ജലാറ്റിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാനധികം പൈസ ഒന്നുമില്ല, 90 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. നിങ്ങൾ വിചാരിക്കും 90 രൂപ പൈസ അല്ലെന്ന് ചോദിക്കും, പൈസയാണ്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ജലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്, അത് വെച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. കട്ടയൊന്നും ഞാൻ നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റി വെക്കാം കേട്ടോ. നമ്മളോട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അല്ലല്ല, ഇതിലേക്ക് പഞ്ചസാര എടുക്കുക. പഞ്ചസാര എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. നമുക്കിതിലേക്ക് പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഈ വെള്ളം മെൽട്ടാവണം. മെൽട്ടായിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവണം. അതായത് നന്നായി അലിഞ്ഞ് ചേർന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനായിട്ടുണ്ട്. അതായിട്ടുണ്ടെന്നാലും പാത്രത്തിൽ ലക്ഷം വെള്ളം എടുക്കുക. അതിലേക്ക് ഇത് അങ്ങനെ എത്തിച്ചിട്ട് നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പരത്താൻ പറ്റണം. കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു പരിവാവണം. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ആവണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ജലാറ്റിനാണ് അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ജലാറ്റിൻ നന്നായിട്ട് അലിയിച്ച്, അതായത് നന്നായി ഇളക്കി ഇതാണ് അയച്ചു കൊടുക്കണേ. അപ്പോൾ ജലാറ്റിൻ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോഴേ ചിലപ്പോൾ അതിൽ കട്ടകൾ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് അലിയിച്ച് കളയാനാണ് നമ്മൾ എന്ത് ചെയ്യണേ, അടുപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അലിയാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അലിഞ്ഞ് വെക്കുള്ളൂ കേട്ടോ. ജലാറ്റിൻ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇളക്കി ഇങ്ങനെ കുറേ കഴിയുമ്പോണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൊണ്ട് പത വരും. പത വരുമ്പോൾ നമുക്ക് നിർത്താം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് കൊടുക്കാം കേട്ടോ. ഇത് പഞ്ചസാരയുടെ മധുരം ഉണ്ടല്ലോ, അത് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപ്പ് കൊടുക്കണം. ഒരു ഉപ്പിട്ടെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഉപ്പിട്ട് കൊടുത്താറുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും ആവുന്നതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കടേന്നൊക്കെ മേടിക്കുന്ന ചെല്ലിക്കൊരു പുളിസ്വാദുണ്ടോ ഇതിന്, ആ പുളിസ്വാദിനെടുത്ത് ഞാനിവിടെ ചേർക്കുന്നത് നാരങ്ങയാണേ. ഒരു നാരങ്ങ അങ്ങനെ എടുത്ത് പിഴിഞ്ഞ് നീരെടുത്തതാണ് കേട്ടോ. ആ നീരും കൂടി ചേർത്താണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാരങ്ങ നീരും ഉപ്പൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോവാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്നത് അഴുക്കാണ് കേട്ടോ. ഈ അഴുക്ക് നമുക്ക് കോരിയെടുത്ത് കളയണം. പഞ്ചസാരയുടെ അഴുക്കുകളാണേ പറഞ്ഞത്. അത് നമുക്ക് കോരിയെടുത്ത് എന്താ പറയുക, ഇതുപോലെ കോരിയെടുത്ത് മാറ്റി വെക്കണം. അഴുക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾ ഇത് മാറ്റി വെക്കണം, കളയണം കേട്ടോ. അപ്പോൾ നമ്മളിതാ 4 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ 4 കളറില ഇത് ഉണ്ടാക്കാൻ പോണേ, ജെല്ലി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ 4 പാത്രങ്ങളും 4 അതിനോട് ചേർത്തുള്ള കളറുകളും നമ്മൾ എടുത്തിട്ട് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ആദ്യമേ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ശക്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കിടന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തുല്യ അളവായിട്ട് ഈ 4 പാത്രങ്ങളിലും ഒഴിച്ചെടുക്കണം കേട്ടോ ചെയ്യണേ. എല്ലാത്തിനും സെയിം ക്വാണ്ടിറ്റി തന്നെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ക്വാണ്ടിറ്റിയുള്ള മിഠായി കിട്ടും. നമ്മളിപ്പോൾ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് എല്ലാത്തിനും നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിത് 4 ഒഴിച്ച് കഴിയാറായി. കഴിഞ്ഞു, 4 കഴിഞ്ഞിട്ടോ. ഇനി 4 നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യും കേട്ടോ. പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേർ ഇഷ്ടപ്പെട്ട കളറുകൾ പറഞ്ഞു, അതാണ് നമ്മൾ ആഡ് ചെയ്യണേ. നമുക്ക് 4 നമ്മൾ തുല്യ അളവിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ കളറുകൾ ആഡ് ചെയ്യാം. ക്രീം കളറാണ് 1ാമത്തേൽ കൊടുക്കണേ. പിന്നെ 2ാമത്തേൽ ടൊമാറ്റോ റെഡാണ് കേട്ടോ കൊടുക്കണേ. പിന്നെ ഒരത്തിൽ യെല്ലോ കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 കളറാണ് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റെഡും അതുപോലെ പിങ്കും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി റെഡ് കളറാണ് കൊടുത്തേക്കുന്നത്, ഓറഞ്ച് കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. റെഡല്ല, ഓറഞ്ച് കളറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത് ക്രീം കളറാണ് കേട്ടോ ചേർക്കണേ. ഇങ്ങനെ 4 കളറുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മിഠായി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ, ഈ 4 കളറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു സിൽക്കിൻ്റെ മോഡലാണ് കേട്ടോ നമ്മൾ വെച്ചെടുക്കണേ എടുക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ആദ്യം ടൊമാറ്റോ റെഡ് വെച്ചെടുക്കാം കേട്ടോ. എല്ലാത്തിലും ആദ്യത്തെ റോല് ഒരു കളറ്, പിന്നത്തെ റോല് ഒരു കളറ്, അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റോല് ചെയ്തെടുക്കുന്നത് ടൊമാറ്റോ റെഡാണ് കേട്ടോ വെച്ചെടുക്കണേ. ഇനി അടുത്തതിൽ നമുക്ക് അടുത്ത കളർ വെച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 4 ഡാറത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടോ ടൊമാറ്റോ റെഡ്. ഇനി അടുത്ത കളറാണ് കേട്ടോ ഒഴിക്കാൻ പോണേ. അടുത്തത് റെഡാണ്. അത് ടൊമാറ്റോ റെഡ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ വേറൊരു മോഡലും കൂടി വെച്ചിട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാൻ പോകുന്നത് അടുത്ത കളർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വട്ടി കളർ കിട്ടാനായിട്ട് ഞാൻ ഒരു ലേശം ടൊമാറ്റോ റെഡ് ഒരു അച്ചിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഓറഞ്ചാണ് ഒഴിക്കാൻ പോണേ. ഓറഞ്ച് നമുക്ക് ഒഴിച്ചെടുക്കാം. ഓറഞ്ച് 2ാമത്തെ റോല് ഓറഞ്ചാണ് കേട്ടോ. അതുപോലെ നമ്മൾ മൾട്ടി കളർ കിട്ടാൻ വേണ്ടി ഒഴിച്ചതിലേക്ക് നമ്മൾ ഒരു ലേശം കൂടിയും ഓറഞ്ച് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ ടൊമാറ്റോ റെഡാണ് ഇട്ടേ, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഓറഞ്ച് കളർ ചേർക്കാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ ബാക്കി വന്നപ്പോൾ ഞാൻ എൻ്റെ ഇത് വേറൊരു മോഡൽ നേരത്തെ ടൊമാറ്റോ റെഡിൻ്റെ ഒഴിച്ച് ചിന്ന സെയിം മോഡൽ തന്നെ ഞാൻ ബാക്കിയുള്ള സിറപ്പും കൂടി നമ്മൾ ജെല്ലി മിഠായിയുടെ സിറപ്പും കൂടി ഞാൻ ഒഴിക്കാൻ കേട്ടോ വെച്ചിനെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് പിങ്ക് കളറും ബ്ലൂ കളറും ഗ്രീൻ കളറും അത് രണ്ടും കൂടി ഒഴിക്കാൻ കേട്ടോ. അതാണ് നമ്മൾ അടുത്തതായിട്ട് ഒഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ 2 കളർ ഒഴിച്ച് കഴിഞ്ഞു. അടുത്തത് ടൊമാറ്റോ റെഡ്. ആ പിങ്കും നമ്മൾ ഒഴിച്ചു, അതുപോലെ തന്നെ ഓറഞ്ച് ഒഴിച്ചു. ഇനി ഒഴിക്കുന്നത് ടൊമാറ്റോ റെഡാണ് കേട്ടോ ഒഴിക്കണേ. ഇങ്ങനെ ഓരോന്നിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഇനി അടുത്തത് ഗ്രീൻ കളറാണ്. ഗ്രീൻ ആണ് കേട്ടോ ഒഴിക്കാൻ പോണേ. ഗ്രീൻ അല്ല, ബ്ലൂ കളറാണ് കേട്ടോ ഒഴിക്കാൻ പോണേ. ബ്ലൂ കളറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടേത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ മോഡലില്ലാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട. അത് ക്ലാസ്സിലായാലും അതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടല്ലോ അതിലായാലും നമുക്ക് ജെല്ലി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. സ്വാദിഷ്ടമായ നമ്മുടെ ജെല്ലി മിഠായി നമുക്ക് എങ്ങനെ വേണേലും മോൾഡ് തന്നെ വേണില്ല. ഞാൻ ഈ മോൾഡ് കിട്ടിയ സ്ഥിതിക്ക് മോൾഡ് ഉണ്ടാക്കുന്നതാണുള്ളൂ. നമുക്ക് ഈ പാത്രം ഞാൻ കാണിക്കുന്ന പാത്രത്തെ മറ്റേ ബ്ലൂ സിറപ്പ് കാണിക്കുന്ന പാത്രത്തെ അതിലും നമുക്ക് ജെല്ലി മിഠായി ഉണ്ടാക്കാവുന്നതാണുള്ളൂ കേട്ടോ വീടുകളിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാതും 4 കളർ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ 2 മോഡലായിട്ട്. അപ്പോൾ അതാ 2 ടീസ്പൂൺ ജലാത്തിയും കൂടി നമ്മൾ ഇത്രയധികം മിഠായി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ, ജെല്ലി മിഠായി. അപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഫ്രീസറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോണേ. നമ്മൾ ജെല്ലി മിഠായിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ലിക്വിഡാണേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായിയൊക്കെ റെഡിയാക്കി കേട്ടോ. അത് ചിലതൊക്കെ ഒന്ന് അടർന്ന് പോന്നിട്ടുണ്ട്, എന്നാലും ടേസ്റ്റ് സാരില്ല. അത് കഴിച്ച് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ശരിക്കും ജെല്ലി പോലെ തന്നെ നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന ഒറിജിനൽ ചെല്ലി മിഠായി പോലെ തന്നെയാണ് ഇത് കാരണമൊക്കെ അങ്ങനെ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. കാരണം മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ മിഠായി. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കണേ. അതുപോലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ, കമൻറ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ ചെല്ലി മിഠായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെല്ലി മിഠായിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.